ലോകത്തുള്ള രാജ്യങ്ങളും രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഭയക്കുന്ന ഒരു കൂട്ടരാണ് ഭീകര സംഘടനകൾ ഇല്ലെങ്കിൽ ഭീകരവാദികൾ. ഒപ്പം തന്നെ രാജ്യത്തെ കുതിത്തിരിപ്പുണ്ടാക്കുന്ന മറ്റു ചില സംഘടനകൾ. എന്നാൽ ഒരു വ്യക്തി ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും ഇല്ല ഭരണാധികാരികൾക്കും ഒരു പേടി സ്വപ്നമാണ്. നാം ഈ അടുത്ത കാലത്താണ് വളരെ സജീവമായി ഇദ്ദേഹത്തിൻ്റെ പേര് കേട്ടു തുടങ്ങിയത്. പേര് ജോർജ് സോറോസ്. ഈ പേര് നമ്മൾ ഈ അടുത്ത കാലത്തെല്ലാം കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ നടന്ന ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ജോർജ് സോറോസ് കോടികളാണ് ചെലവഴിച്ചത്. അതിന് അദ്ദേഹം ആദ്യം ചെയ്തത് ഇന്ത്യയിൽ ദേശീയതയിൽ ഊന്നി നിൽക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമെന്ന് തോന്നിക്കുന്ന വാർത്താ ചാനലുകൾ, അതായത് യൂട്യൂബ് ചാനലുകളുടെ റീച്ച് കുറയ്ക്കുക. ഇപ്പോഴും ഞങ്ങളടക്കമുള്ള ദേശീയതയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ദേശീയതയിൽ ചിന്തിക്കുന്ന ചാനലുകളുടെ റീച്ച് വളരെ കുറവാണ്. ഇത് ഇന്ത്യയിലെ ആകമാനം റീച്ച് ഡൗൺ ചെയ്തിരിക്കും. അപ്പോൾ ഈ അനവധി പദ്ധതികൾ ഇദ്ദേഹത്തിന് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ ജോർജ് സോറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോർജ് സോറോസിൻ്റെ പറയുമ്പോൾ ഹംഗറി അമേരിക്കൻ പൗരനാണ് ഇദ്ദേഹം. ഹംഗറി ജനിച്ച് അമേരിക്കൻ കുടിയേറി ഹംഗറി അമേരിക്കൻ പൗരനാണ്. 70-70 വയസ്സ് മേളിലായി. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായി എന്ന് പറയാം, നിക്ഷേപകനാണ്, ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തകനാണ്, മനുഷ്യസ്നേഹി എന്നൊക്കെയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് പരതിയാൽ കിട്ടുന്ന ഒരു കാര്യം. മറ്റൊരു വശം, ഇദ്ദേഹം ഒരു വില്ലനാണ്. എല്ലാ ലോകരാജ്യങ്ങൾക്കും വില്ലനാണ്. പ്രധാന ഹോബി ഇപ്പോഴത്തെ അല്ല, കഴിഞ്ഞ കുറേ നാളുകളായി ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബി ഓരോ രാജ്യത്തും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവരെ ഭരണത്തിലേറ്റുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം. എന്തുകൊണ്ടാണ് ഒരു ശതകോടീശ്വരൻ? കാരണം കഴിഞ്ഞ വർഷത്തെ അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്ന $6.7 ബില്യൺ വലിയ ഒരു ശതകോടീശ്വരൻ എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ജോർജ് സോറോസിനെ കുറിച്ച്. ഈ ജോർജ് സോറോസ് UK പ്രധാനപ്പെട്ട ബാങ്ക് തകർക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. യൂറോപ്പിലടക്കം ഈ കുടിയേറ്റക്കാരെ കൊണ്ട് ഇറക്കുമതി ചെയ്ത ഇദ്ദേഹമാണ്. എന്തിനാണ് ഇദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്? ഒരു സിമ്പിളായിട്ട് നമുക്കൊരു ചോദ്യമുണ്ട്. കാരണം ധാരാളം പണമുണ്ട്. ഇദ്ദേഹം പണം ഉണ്ടാക്കുന്ന വഴിയും ഇത് തന്നെയാണ്. ഓരോ രാജ്യങ്ങളിലും ഭരണം അട്ടിമറിച്ചാണ് ഇദ്ദേഹം പണം നേടുന്നത്. ആരാണ് ഇദ്ദേഹത്തിന് പണം നൽകുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പണം കിട്ടുന്നത് എന്ന് നാം അറിയണം. ജോർജ് സോറോസ് ആണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് കൂട്ടുനിന്നത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അധികം പ്രേക്ഷകർക്കും അല്ലെങ്കിൽ അധികം പേർക്കും ഇദ്ദേഹം ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയണമെന്നില്ല. കാരണം ഒരു ശതകോടീശ്വരനായ ഒരു വ്യവസായി എന്തിനാണ് ഓരോ രാജ്യത്തെയും ഭരണം അട്ടിമറിക്കുക? ചെറിയ ഭരണമൊന്നും അല്ല പുള്ളി അട്ടിമറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണം, അതായത് ഡൊണാൾഡ് ട്രംപിനെ തോൽപ്പിച്ചത് ജോർജ് സോറോസ് ആയിരുന്നു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നരേന്ദ്രമോദി തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതും വലിയ രീതിയിൽ പണം മുടക്കിയതുമൊക്കെ ജോർജ് സോറോസാണ്. അത് വിജയം കണ്ടില്ല എങ്കിൽ പോലും ഒരുപക്ഷെ ജോർജ് സോറോസ് ഈ അടുത്ത കാലത്ത് നടത്തിയ അട്ടിമറികളിൽ വിജയം കാണാതെ പോയ ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ഇപ്പോൾ നടന്ന ഈ 2024 നടന്ന ഈ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതിൽ അദ്ദേഹം പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. മരിച്ചു കിടന്ന പ്രതിപക്ഷത്തെ ഒരു വലിയ നിലയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഹോബി? എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, മുൻപൊക്കെ ഇദ്ദേഹം ഈ ചെറിയ രാജ്യങ്ങളിലെ ഭരണം പിടിക്കാൻ ഉള്ള നീക്കം, ഇദ്ദേഹം ചെയ്യുന്ന പരിപാടി ആ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് പുള്ളിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന നേതാക്കന്മാരുമൊക്കെയുള്ള പാർട്ടിക്ക് ധാരാളം ഫണ്ട് കൊടുത്തുകൊണ്ട് അവിടുത്തെ ഭരണം പിടിച്ച ശേഷം ഇദ്ദേഹം ചെയ്യുന്നത് ബ്രോക്കർ പണിയാണ്. അതായത് ആ ഭരണം പിടിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ കാണാൻ മറ്റു രാജ്യങ്ങളുള്ള വ്യവസായികളും മറ്റു രാജ്യങ്ങളുമൊക്കെ ചെല്ലും. ഇതുപോലെ ഇദ്ദേഹം ഭരണം പിടിച്ച രാജ്യം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ഭരണം പിടിച്ച രാജ്യത്ത് ചില കോൺട്രാക്റ്റുകളൊക്കെ ശരിയാക്കി തരണം എന്ന് പറയുന്നു. അങ്ങനെ ആ രാജ്യത്തെ വലിയ വലിയ കോൺട്രാക്റ്റുകളൊക്കെ ജോർജ് സോറോസ് വഴിയാണ് ഈ വലിയ വലിയ കമ്പനികൾക്കും വലിയ വലിയ രാജ്യങ്ങൾക്കുമൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഒരു ഇടനിലക്കാരനാണ് ഇദ്ദേഹം. ഈ പരിപാടി തന്നെയാണ് എല്ലായിടത്തും ചെയ്യുന്നത്. എവിടെയൊക്കെ രാജ്യങ്ങളുണ്ടോ അവിടെയൊക്കെ അദ്ദേഹം ചെയ്യും. ആദ്യകാലത്ത് പുള്ളിയുടെ സ്വന്തം പോക്കറ്റിൽ നിന്നും പണം മുടക്കിയാണ് ഈ ചെറിയ രാജ്യങ്ങളിലൊക്കെ ഭരണം അട്ടിമറിച്ച് തൻ്റെ ഇഷ്ടപ്പെട്ടവരെ അവിടെ വാഴിക്കുന്നതും ആ ഇഷ്ടപ്പെട്ടവർ വഴി കോൺട്രാക്റ്റുകൾ തരപ്പെടുത്തുകയും ആ കോൺട്രാക്റ്റുകൾ മറ്റു രാജ്യങ്ങളിലുള്ള വ്യവസായികൾക്കും മറ്റും കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനാണ് പുള്ളിയുടെ വരുമാന മാർഗം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ പുള്ളിക്ക് ഫണ്ട് ചെയ്യുന്നത്, കാരണം ഇപ്പോൾ പുള്ളി കൈവച്ചിരിക്കുന്നതൊന്നും ചെറിയ രാജ്യങ്ങളല്ല. അമേരിക്കൻ തെരഞ്ഞെടുപ്പ്, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പോലെയുള്ള വലിയ വലിയ തെരഞ്ഞെടുപ്പുകളാണ് കൈവച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ കയ്യിലുള്ള പൈസ ഇറക്കി കളിക്കാൻ കഴിയില്ല. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള അറ്റാക്കിന് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നരേന്ദ്രമോദിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കത്തിന് പുള്ളിക്ക് ഫണ്ട് ചെയ്തത് ചൈനയും ഒപ്പം തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളുമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരുത്തരാണ് ഫണ്ട് മുടക്കുന്നത്. അമേരിക്കയിലെ ഈ ട്രംപിനെ താഴെ ഇറക്കുവാനായിട്ട് സോറോസിന് ഫണ്ട് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നു. അതായത് ട്രംപിനെ എതിർക്കുന്ന രാജ്യങ്ങളുണ്ട്, ആ രാജ്യങ്ങളൊക്കെ നൽകിയിരുന്നു. അതുപോലെ തന്നെ ഇത്തവണ അമേരിക്കയെ ഉൾപ്പെടെയുള്ള, അതായത്
രാജ്യങ്ങൾ ഈ സോറോസസിന് പണം നൽകിയത്. കാരണം ഇന്ത്യയിൽ നരേന്ദ്രമോദി വീണ്ടും ഭരണാധികാരിയായിട്ട് വരുന്നത് മറ്റ് ഈ ചൈനയോ ഇല്ലെങ്കിൽ ചൈനയുടെ താല്പര്യം ഈ നരേന്ദ്രമോദി വരുമ്പോൾ ഇന്ത്യ ഒരു സാമ്പത്തികമായി കുതിപ്പ് നടത്തും. അത് ചൈനയേക്കാൾ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ചൈനയെ ഭയപ്പെടുന്നത്. പക്ഷേ അമേരിക്ക അതല്ല. അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ വിരട്ടലിലൊന്നും ഇപ്പോൾ ഈ നരേന്ദ്രമോദി നിൽക്കുന്നില്ല എന്നുള്ളത് മാത്രവുമല്ല, അമേരിക്കൻ ഉൽപ്പന്നങ്ങളൊക്കെ ഇപ്പോൾ പഴയതുപോലെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യൻ കമ്പോളത്തിൽ വിറ്റ് കളയാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. ഇതൊക്കെ കൊണ്ടാണ് അമേരിക്ക അങ്ങനെ പല രാജ്യത്തിനും പല താല്പര്യമാണ്. അവരെല്ലാവരും നിന്ന് സോറോസസിന് കൊണ്ട് പണം കൊടുക്കുന്നു. ഈ സോറോസസിന് അറിയാം എങ്ങനെയാണ് ഒരു രാജ്യത്തെ ഭരണം താഴെ ഇറക്കേണ്ടതെന്നും അവിടെ തങ്ങൾക്ക് അനുകൂലമായ നേതാക്കന്മാരെ വളർത്തിയെടുക്കേണ്ടതും ഒക്കെ അറിയാം. നല്ല രീതിയിൽ ഫണ്ട് ഇറക്കി ഇന്ത്യയെ പോലെ രാജ്യത്തൊക്കെ വളരെ ഈസിയാണത്. അങ്ങനെ ഫണ്ടിറക്കി മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് കള്ളക്കഥകളും മറ്റും മെനഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ വോട്ടർമാരെയൊക്കെ സ്വാധീനിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ മറ്റു തരത്തിലൊക്കെ ഇദ്ദേഹം അധികാരം പിടിച്ച് കൈക്കൊടുക്കും. അതിനൊരു കമ്മീഷൻ ഇദ്ദേഹത്തിന് കിട്ടും. ഇതുകൂടാതെ തന്നെ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള കോൺട്രാക്റ്റുകൾ ഈ മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത് വഴിയുള്ള കമ്മീഷൻ കിട്ടും. ഈ സോറോസ് ഇപ്പോൾ ആകപ്പാടെ വെട്ടിലായിരിക്കുന്ന അവസ്ഥയാണ്. കാരണം ഇന്ത്യയിൽ ഇദ്ദേഹം കളിച്ച കളി പാളിപ്പോയി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായി പാളിയില്ലെങ്കിൽ പോലും പാളി എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ശക്തനായ ഭരണാധികാരിയെ തോൽപ്പിക്കാനാണ് ഈ ജോർജ് സോറോസ് ശ്രമിച്ചത്. പക്ഷേ അവിടെ ആ ഒരു പരാജയം അദ്ദേഹത്തിന് ശവക്കുഴി തോണ്ടുന്നതിൻ്റെ ഒന്നാമത്തെ ഒരു വഴിയായി അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അമേരിക്കയിൽ അവരുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ജയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് ജയിച്ചാൽ ഈ പറയുന്ന ജോർജ് സോറോസിൻ്റെ ഡെപ്പി അടിച്ച് തെറിപ്പിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ അയാൾ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ച നരേന്ദ്രമോദി ജയിക്കുന്നു ഒരു സൈഡിൽ. മറ്റൊരു സൈഡിൽ അയാൾ തോൽപ്പിച്ച ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അതിതീവ്ര ദേശീയവാദിയായ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഏകദേശം ക്യാരക്ടർ എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്നു. അങ്ങനെ ഒരാൾ ജയിക്കുക കൂടി ചെയ്താൽ ഏതാണ്ട് ജോർജ് സോറോസിൻ്റെ പടമാകും എന്ന് ഞാൻ പറയുന്നത് കൊലപാതകവും മറ്റുമൊന്നുമല്ല. കാരണം 2018 വധശ്രമമൊക്കെ ഇദ്ദേഹത്തിനെതിരെ നടന്നു. ഒരു പൈപ്പ് ബോംബ് അറ്റാക്കൊക്കെ ഇദ്ദേഹത്തിന് നേരെ ആയിരുന്നില്ല, ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സമീപത്ത് സ്ഥാപിക്കുകയൊക്കെ ആയിരുന്നു. അന്ന് ആ സമയത്ത് ഹിലാരി ക്ലിൻ്റൻ്റെയൊക്കെ വസതിക്ക് സമീപത്തു നിന്നൊക്കെ ഇതിനൊക്കെയുള്ള ബോംബുകൾ പാഴ്സലായി ലഭിച്ചു എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. ഏതായാലും ഈ ജോർജ് സോറോസ് ആരാണെന്ന് നമ്മൾ അറിയണം. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭരണം അട്ടിമറിക്കുന്നതെന്ന് അറിയണം. അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേക രാഷ്ട്രീയ നിലപാടോ ഒന്നുമില്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ പാകിസ്ഥാനിൽ അദ്ദേഹത്തിൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളുമാണ് അധികാരത്തിൽ വരേണ്ടതെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി പണമിറക്കും, അവരെ അധികാരത്തിൽ കൊണ്ടുവരും. അതിനുശേഷം പാകിസ്ഥാനിൽ ഉള്ള കോൺട്രാക്റ്റുകളും മറ്റും കരസ്ഥമാക്കുക, എന്നിട്ട് ആ കോൺട്രാക്റ്റുകൾ മറ്റ് രാജ്യങ്ങൾക്ക് വിറ്റ് പണമുണ്ടാക്കുക. അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ഒന്നൊന്നര ബ്രോക്കറാണ് ഈ വ്യക്തി. എന്നാൽ പൊതുവെ എല്ലാവരും മനുഷ്യസ്നേഹി എന്ന് പറയും, ഇല്ലെങ്കിൽ അദ്ദേഹം വലിയ നിക്ഷേപകൻ, വ്യവസായി എന്നൊക്കെ പറയും. ഈ പറയുന്നവർ തന്നെ അദ്ദേഹത്തിന് എതിരായിട്ടുമുണ്ട്. അതായത് വളർത്തുന്നവർ തന്നെ തളർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യവസായി കൂടിയാണ് ജോർജ് സോറോസ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട്. കാരണം പല രാജ്യങ്ങളും ഇദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പല രാജ്യങ്ങളും ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിട്ടുമുണ്ട്. നിലവിൽ അനവധി കേസുകളും മറ്റുമൊക്കെ അമേരിക്കയിൽ അടക്കം ഇദ്ദേഹത്തിന് ഉണ്ട്. ഒരുപക്ഷെ ട്രംപാണ് ജയിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാൻ പോലും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. ഏതായാലും നരേന്ദ്രമോദിയെപ്പോലെ ഒരാളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, അദ്ദേഹം അതിനെ അതിജീവിച്ച് ജയിച്ചുവെങ്കിൽ മോദി കൊടുക്കുന്ന പണി ചെറുതായിരിക്കില്ല. കാരണം സൊറോസസിന് താല്പര്യമുള്ള അനവധി രാജ്യങ്ങളും രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുമുണ്ട്. അവർക്കെല്ലാമുള്ള വഴിയാണ് സോറോസസ് ഈ ഒരൊറ്റ തെരഞ്ഞെടുപ്പിലൂടെ ഇപ്പോൾ തന്നെ അടച്ചിരിക്കുന്നത്. ഇനി ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇപ്പോൾ ഏകദേശം ജോർജ് സോറോസ് എന്താണെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളതും ഏകദേശം ഒരു ധാരണ പ്രേക്ഷകർക്കുണ്ടായി കാണും. ഏതായാലും ജോർജ് സോറോസ് കാരണം നട്ടം തിരിയുന്നത് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ദേശീയ നാഷണലിസത്തിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കുന്ന ചാനലുകൾക്ക് തന്നെയാണ്. ഇപ്പോഴും ഞങ്ങളതിൽ നിന്ന് കരകയറിയിട്ടില്ല. റീച്ചുകളും മറ്റുമൊന്നും കയറാനുള്ള സാധ്യതകൾ ഇപ്പോഴും ഈ അടുത്ത കാലത്ത് ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും മുൻപോട്ട് പോവുക തന്നെ. കാരണം നമുക്ക് വലുത് രാഷ്ട്രമാണ്. ഇത് തന്നെയാണ് ന്യൂസ് ഞാൻ പറയുന്നത് പോയിൻ്റ്. നന്ദി, നമസ്കാരം.